ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഐസെക്യൂറിൻ്റെ 4G വൈഫൈ PT ക്യാമറ എങ്ങനെ കോൺഫിഗർ ചെയ്യാമെന്നാണ്. അപ്പോൾ ആദ്യമായിട്ട് ഇതിൻ്റെ പിറകിലായിട്ടുള്ള 2 സ്ക്രൂ അയക്കുമ്പോൾ അതിലേക്ക് സിം ഇടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ നമ്മൾ സിം ഇട്ട് കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഈസി ക്ലൗഡ് എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ടാവും. ആ ഈസി ക്ലൗഡ് എന്നൊരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഓപ്പൺ ചെയ്യുക. ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെയാണ് നമുക്കൊരു ഇൻ്റർഫേസ് ലഭിക്കുക. നമ്മൾ ഓൾറെഡി ഇതിൽ ആഡ് ചെയ്തതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇങ്ങനെ വരിക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ ക്യാമറ ആഡ് ചെയ്യേണ്ടതുണ്ട്. മുകളിലെ വലതുഭാഗത്തായി കാണുന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ലൊക്കേഷൻ, ഫോണിൻ്റെ ലൊക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ആ ലൊക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്യുക. അതിനുശേഷം നമ്മുടെ ബ്ലൂടൂത്ത് ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ കുറച്ച് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈ ഒരു ഡിവൈസ് നമ്മുടെ ഫോണ് കണക്റ്റ് ആവും. ഇല്ലാന്നുണ്ടെങ്കിൽ താഴെയിട്ട് കാണുന്ന സ്കാൻ ടു ആഡ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ക്യാമറയുടെ സൈഡിലായിട്ട് കാണുന്ന ഒരു QR കോഡ് സ്കാൻ ചെയ്യാനുണ്ടാവും. ആ ഒരു QR കോഡ് ജസ്റ്റ് സ്കാൻ ചെയ്യുക. അപ്പം ഈ ഒരു ക്യാമറൻ്റെ QR കോഡ് ആഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് നെറ്റ്വർക്കിംഗ് ഒരു 100% ആവും. അപ്പം ഓട്ടോമാറ്റിക്കലി ക്യാമറ നമ്മളെ ഈ ഒരു ഫോണിലേക്ക് ആഡ് ആവും. ശേഷം നമ്മൾ ഏതാണോ ഉപയോഗിക്കുന്നത്, ലിവിങ് റൂം, സ്റ്റഡി റൂം ഏതാണോ സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴെയായിട്ട് കാണുന്ന ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. ഹോം സെക്യൂരിറ്റി, വാച്ചിങ് പെറ്റ്സ് ഏതാണെന്ന് അതും സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഏകദേശം നമ്മുടെ ക്യാമറ ഓപ്പണായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. അത് നമ്മളെ ക്യാമറ വന്നിട്ടുണ്ട്. ലാസ്റ്റ് താഴെ കാണുന്ന ഫിനിഷ്ഡ് എന്ന ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മളെ ക്യാമറ ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ ജസ്റ്റ് ആഡ് ആയിട്ടുണ്ട്. ശേഷം ഈ ഒരു സേവ് എന്ന ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ആ ഒരു QR കോഡ് നമ്മളെ ഫോണിലേക്ക് സേവ് ആയിട്ടുണ്ടാവും. ഇതിന് ശേഷം ആ ക്യാമറ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയാൽ നമ്മൾ ഈ ഒരു ക്യാമറൻ്റെ 2 വ്യൂ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ക്യാമറ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ കഴിയണം, അതേപോലെ മറ്റേ ക്യാമറ ഫിക്സ്ഡ് ആയിട്ടുള്ള ലെൻസുമായിരിക്കും നമുക്കിതിൽ കാണാൻ കഴിയുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പം ഓക്കെ, ബൈ.